എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബേക്കറി സ്റ്റൈലിലുള്ള ബീഫ് കട്ട്ലറ്റിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു ബീഫ് കട്ട്ലറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മിൻസ്ഡ് മീറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഫ്രഷായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടും. ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മുതൽ 4 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിവിടെ 3 വിസിലിപ്പം വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. അപ്പം ഈ ഉരുളക്കിഴങ്ങിലേക്ക് ബീഫിൻ്റെ നല്ല ടേസ്റ്റ് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിക്കുന്നത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബീഫിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് ബീഫ് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായി വന്നപ്പോഴത്തേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ആ ബീഫ് ഒന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2 തവണകളായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ സവാള വഴണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ നമ്മൾ ബീഫിൽ ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇളക്കുമ്പം കുറച്ചുകൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൻ്റെ ഗ്രേവിയിലിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പും ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അവസാനം നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ഇത് കട്ട്ലറ്റ് ആക്കി എടുക്കാം. റൗണ്ട് ഷേപ്പോ ഹാർട്ടിൻ്റെ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പുകളിലാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ ഇതിങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ഇത് നമ്മളിതുപോലെ ഷേപ്പാക്കി എടുക്കാനായിട്ട്. നമ്മളെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന വഴി എണ്ണ നന്നായിട്ട് കലങ്ങിപ്പോവും. അതുപോലെ തന്നെ വെള്ളം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളൊരു 4 ബ്രെഡ് സ്ലൈസസ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ആയിട്ട്. ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക.
സാധാരണ ബ്രെഡാണ്, ബ്രെഡ് വറുത്തതൊന്നുമല്ല, സാധാരണ ബ്രെഡ് സ്ലൈസസ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നന്നായിട്ട് എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള കട്ട്ലറ്റ്സ് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം, ഷാലോ ഫ്രൈ ചെയ്യാം. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് ഓയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ ചെയ്യുമ്പം ടേസ്റ്റ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന അത്ര വരില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ നിറം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് മുൻപ് ചിക്കൻ കട്ട്ലറ്റും അതുപോലെ തന്നെ ഫിഷ് കട്ട്ലറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. അകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ക്രിസ്മസിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്